പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയമുള്ളവർക്കും പ്രഭാത വന്ദനം. 2 ദിനവൃത്താന്തം 30-ാം അധ്യായത്തിൻ്റെ 25 മുതൽ ഉള്ള വാക്യങ്ങൾ. യഹൂദയുടെ സർവ്വസഭയും പുരോഹിതന്മാരും ലേവ്യരും ഇസ്രായേലിൽ നിന്ന് വന്ന സർവ്വസഭയും ഇസ്രായേൽ ദേശത്തു നിന്ന് വന്ന യഹൂദയിൽ പാർത്തിരുന്ന പരദേശികളും സന്തോഷിച്ചു. അങ്ങനെ യെരുശലേമിൽ മഹാസന്തോഷമുണ്ടായി. ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ മകൻ ശലോമോന്റെ കാലം മുതൽ ഇതുപോലെ യെരുശലേമിൽ സംഭവിച്ചിട്ടില്ല. ഒടുവിൽ ലേവ്യരായ പുരോഹിതന്മാർ എഴുന്നേറ്റ് ജനത്തെ അനുഗ്രഹിച്ചു. അവരുടെ അപേക്ഷ കേൾക്കപ്പെടുകയും അവരുടെ പ്രാർത്ഥന അവൻ്റെ വിശുദ്ധ നിവാസമായ സ്വർഗത്തിൽ എത്തുകയും ചെയ്തു. യെഹിസ്കീയ രാജാവിൻ്റെ ഭരണകാലത്ത് ഇസ്രായേലിലെ ദൈവമായ യഹോവയ്ക്ക് പെസഹ ആചരിപ്പാൻ അവരെല്ലാവരും യെരുശലേമിൽ സർവ്വസഭയും രാജാവും എൻ്റെ പ്രഭുക്കന്മാരും നിർണയിച്ചു. ആ നിർണയപ്രകാരം പെസഹ ആചരിപ്പാൻ ദാൻ മുതൽ ബേർശേബ വരെയുള്ള എല്ലാ ഇസ്രായേലിന്റെ ഇടയിലും പരസ്യം ചെയ്തു. പുരോഹിതന്മാർ തങ്ങളെ തന്നെ വേണ്ടുന്നത്ര വിശുദ്ധീകരിച്ചു. തങ്ങളെ തന്നെ താഴ്ത്തി യെരുശലേമിൽ ജനം കടന്നു വന്നു. അവർ ഒരുമിച്ച് പെസഹ ആചരിച്ചു. അങ്ങനെ യെഹിസ്കീയാവ് യഹോവയുടെ ശുശ്രൂഷയിൽ സാമർത്ഥ്യം കാണിച്ച് എല്ലാവരോടും കൃത്യമായി സംസാരിച്ച് അവർ സമാധാനയാഗങ്ങൾ അർപ്പിച്ചും തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയെ സ്തുതിച്ചുകൊണ്ട് 7 ദിവസം ഉത്സവം ഘോഷിച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ 7 ദിവസവും ഉത്സവം ആചരിപ്പാൻ സർവ്വസഭയും നിർണയിച്ചു. അങ്ങനെ അവർ വേറെ 7 ദിവസവും സന്തോഷത്തോടെ ആചരിച്ചു. അത് യെരുശലേമിൽ മഹാസന്തോഷമായി. ശലോമോന്റെ കാലശേഷം ഇങ്ങനെ ഒരു സന്തോഷവും ഒരു പെസഹ ആചരണവും ഒരു ഉത്സവവും ഇസ്രായേൽ ദേശത്തൊന്നും ഉണ്ടായില്ല. അത് യഹൂദാ ദേശത്ത് മാത്രമല്ല, ഇസ്രായേലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വന്ന് സർവർക്കുമുള്ള സന്തോഷമായിരുന്നു. അവർ സന്തോഷിച്ചെന്ന് മാത്രമല്ല, പുരോഹിതന്മാർ ജനത്തെ അനുഗ്രഹിക്കാൻ എഴുന്നേറ്റു. ജനത്തിൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. എത്ര അത്ഭുതകരമാണല്ലേ! ദൈവം ആഗ്രഹിക്കുന്ന നിലയിലേക്ക് കടന്നു വന്ന് ദൈവത്തിൽ സന്തോഷിക്കാൻ ജനം തയ്യാറായപ്പോൾ അത് ജനത്തിന് മഹാസന്തോഷമായി, ജനത്തിന് അനുഗ്രഹമായി, അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയായി. പ്രിയമുള്ളവരെ, ഏതൊരു കാലത്തും നമ്മുടെ സന്തോഷം പൂർണ്ണമാകാനും ദൈവാനുഗ്രഹം നമ്മുടെ ശിരസിൽ വരാനും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭ്യമാകാനുള്ള മാർഗം അതാണ്. ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തിൽ സന്തോഷിക്കാൻ, തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവത്തിന് മഹത്വം കരയേറ്റാനും ദൈവിക നടപടികൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും തയ്യാറാകുമ്പോഴാകുന്നു നമ്മുടെ സന്തോഷം പരിപൂർണമാകുന്നത്. യെഹിസ്കീയ രാജാവിൻ്റെ ഭരണകാലത്ത് നടന്ന ഈ പെസഹ ആചരണവും അനന്തരമായി ഇസ്രായേൽ ജനത്തിന് മൊത്തമുണ്ടായിട്ടുള്ള മഹാസന്തോഷവും നമ്മുടെ ജീവിതത്തിൽ
നമുക്ക് ഒരു സൂചനയാണ്. നമ്മുടെ ജീവിതാനുഭവങ്ങളിലും അനുഭവിക്കാൻ ഉള്ള മാർഗം ഇതാകുന്നു എന്ന് നമുക്ക് ബോധ്യം തരുന്നതാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, യഹൂദാദേശവും ഇസ്രായേൽ സഭയും രാജാവും പ്രഭുക്കന്മാരുമെല്ലാം പെസഹാചരണത്തോടെ ഒരു മനസ്സോടെ കൂടി വരികയും അങ്ങയിൽ സന്തോഷിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്തതിനാൽ ജനത്തിന് മഹാസന്തോഷവും ജനത്തിന്മേലെ അനുഗ്രഹവും അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടായെന്ന് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ധ്യാനിച്ചു. ഏഴകളുടെ ജീവിതവും അങ്ങനെ തന്നെയാകാൻ കൃപ ചെയ്യണം. അങ്ങയുടെ സഹിതം തരുന്ന ശുഭത ഇന്നേ ദിനവും അവിടുത്തെ പ്രിയ മക്കൾക്ക് അനുഗ്രഹവും ആശ്വാസമായിരിക്കട്ടെ. എല്ലാ മഹത്വം അങ്ങേക്ക് വരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ സ്വർഗീയ നല്ല പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.